രണ്ടും ഒന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് സ്ത്രീകൾ കയറിയതിന് നാടാകെ ഹർത്താലിന് പുറപ്പെട്ടവർക്ക് അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ കയറിയതിന് ഹർത്താലില്ലേ? ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഹർത്താൽ ഉണ്ടാകുമോ? കാരണം സ്ത്രീകൾ ഇപ്പൊ അവിടെ കയറിയില്ലേ? ഇവിടെ എന്തൊക്കെയായിരുന്നു വർത്താനം? ഏതെങ്കിലും സ്ത്രീ കയറിയെങ്കിൽ ആത്മാഹുതി എന്ന് കളയെന്ന് പറഞ്ഞ നേതാവ് വരെ ഇവിടെയുണ്ട്. നമ്മളാരുടെ ആത്മാഹുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്നാലും ആ പരിഹാസ്യത നമ്മൾ ആലോചിക്കണം എന്ന് മാത്രം. ഈ പൂജാരിയും ബ്രഹ്മചാരിയാവണം. ഇതാണ് വസ്തുത. അവിടെ പൂജാരി ബ്രഹ്മചാരിയായിരിക്കും. അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ല. നമ്മളെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചര്യം നമുക്കറിയാം. ഗൃഹസ്ഥാശ്രമത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന്റെ അപ്പുറം കടന്ന് വ്യഭിചാരത്തിലേക്ക് പോയിട്ടുള്ളവർ അതല്ലേ എറണാകുളത്തുണ്ടായ സംഭവം. ഇപ്പൊ ന്യൂനപക്ഷ പ്രകടനം പോയി മെജോറിറ്റി പ്രകടനായോ? ഈ ശബരിമല എന്നത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചു ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് നടത്തട്ടെ. സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ലത്, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സാധാരണഗതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല. കയറി എന്നത് വസ്തുതയാണ്. അതിന് പോലീസിൻ്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നുള്ളത്. അത് ഉണ്ടായിട്ടുമുണ്ട്. അതാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമാണ് കണ്ടത്. യുവതികൾ കയറി എന്നുള്ളത് വസ്തുതയാണെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. നേരത്തെ യുവതികൾ വന്നപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടായി, ഇന്ന് പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായി കാണില്ല. അതുകൊണ്ട് യുവതികൾ കയറി ദർശനം നടത്തി. ദർശനത്തിനെത്തിയാൽ സുരക്ഷ നൽകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അത് നടന്നിട്ടുണ്ടാവുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ വാർത്തയോടെ പ്രതികരിക്കുന്നത്.